إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار ثم أما بعد അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സന്ദർഭങ്ങളും ആക്കി തീർക്കുവാൻ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി പരിശ്രമിക്കണമേ എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള ഒട്ടനവധി എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും നമ്മുടെ ജീവിതത്തെ ഒന്നടങ്കം ബാധിച്ചേക്കാൻ മാത്രം കഴിവുള്ളതുമായ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായി റബ്ബ് സുബ്ഹാനഹു നിശ്ചയിച്ചിട്ടുള്ളത് നമ്മുടെ നെഞ്ചകങ്ങൾക്കുള്ളിലുള്ള ഖൽബിനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസിൽ പഠിപ്പിച്ചതുപോലെ അലാ വൈന ഫിൽ ജസദി മുദ്ഗ, അറിഞ്ഞുകൊള്ളുക, ശരീരത്തിൽ ഒരു മാംസകഷ്ണമുണ്ട്. ശരീരത്തിനകത്ത് ഒരു മാംസകഷ്ണം. അതിന്റെ പ്രത്യേകത എന്താ? ഇദാ സൊലുഹൽ ജസദു കുല്ലുഹു, അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയാവും. വൈദാ ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരും. അലാ വഹിയൽ ഖൽബ്, അറിഞ്ഞുകൊള്ളുക, ആ മാംസകഷ്ണം അത് ഖൽബാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾക്ക് ഈ രൂപത്തിൽ ഹൃദയത്തിന്റെ ഖൽബിന്റെ പ്രാധാന്യം പഠിപ്പിച്ചു തന്നത്? അത് കേടുവന്നാൽ ശരീരം മൊത്തം കേടുവരുമെന്നും അത് ശരിയായാൽ ശരീരം മൊത്തം ശരിയാവുമെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് നമ്മൾ ബാക്കി ഏത് അവയവങ്ങളെ ശ്രദ്ധിക്കുന്നതിനേക്കാളും ബാക്കി ഏത് കാര്യങ്ങൾക്ക് തകരാറ് സംഭവിക്കുന്നതിനേക്കാളും നമ്മൾ പേടിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് ഖൽബിന് അപകടം സംഭവിക്കുന്നതാണ്, ഖൽബിന് എന്തെങ്കിലും തകരാറുകൾ സംഭവിക്കുന്നതാണ്. ഇത് പറയുമ്പോൾ നമ്മൾ പലരും ചിന്തിക്കുക, നേർക്ക് നേരെ ഫിസിക്കലായിട്ട് പറ്റുന്ന തകരാറുകളല്ല. ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ഒരുപാട് രോഗങ്ങൾ സംഭവിക്കാറുണ്ട്. അതുപോലെ ഹൃദയത്തിന് ഹാർട്ട് അറ്റാക്ക് പറ്റുന്നതോ അവിടെ കൊളസ്ട്രോൾ ഒന്ന് അടിഞ്ഞുകൂടുന്നതോ അതിനെപ്പറ്റിയല്ല പറയുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് ഖൽബിനകത്തേക്ക് കടന്നു വരുന്ന, നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത, ലാബുകളിൽ ടെസ്റ്റ് ചെയ്താൽ കണ്ടെത്താൻ സാധിക്കാത്ത, സ്കാൻ ചെയ്താലോ എക്സ്റേ എടുത്താലോ ഒന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത, അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനുൽ ഇസ്ലാമിൽ വലിയ അപകടം പിടിച്ച കാര്യങ്ങളാണ്, രോഗങ്ങളാണ് എന്ന് ഖുർആനിലും സുന്നത്തിലൂടെയും പഠിപ്പിച്ചു തന്നിട്ടുള്ള രോഗങ്ങളെ, അങ്ങനെയുള്ള ചില രോഗങ്ങൾ നമ്മുടെ കൽബുകളെ ബാധിക്കുന്നതാണ്. അങ്ങനെയുള്ള ചില രോഗങ്ങൾ നമ്മുടെ കൽബുകളെ ബാധിക്കുന്നതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. അത്തരം രോഗങ്ങൾ നമ്മുടെ ഹൃദയത്തിനകത്ത് കടന്നുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ദീൻ മൊത്തത്തിൽ അതെന്തെയും ബാത്തിലാക്കി കളയും. നമ്മുടെ പരലോകത്തത് മൊത്തം തകരാറിലാക്കി കളയും. നമുക്ക് വലിയ നഷ്ടം ദുനിയാവിലും ആഖിറത്തിൽ നേരിടേണ്ടി വരും. അങ്ങനെ ചില രോഗങ്ങൾ നമ്മുടെ കൽബിനെ ബാധിച്ചേക്കും. ആ രോഗങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ബോധ്യമുള്ളവരായിരിക്കുക, അവബോധമുള്ളവരായിരിക്കുക, ആ രോഗങ്ങൾ കടന്നു വരുന്ന വഴികൾ തിരിച്ചറിയുന്നവരാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമാണ്. കാരണം ആ രോഗങ്ങൾ ഇല്ലാതെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാ, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ഖിയാമത്ത് നാളിനെ പറ്റി അല്ലാഹു പഠിപ്പിച്ചു തരുമ്പോൾ പറയാണ്, ആ ദിവസത്തിൽ
മാല് സമ്പത്ത് ഉപകരിക്കൂല, വലാ ബനു സന്താനങ്ങൾ ഉപകരിക്കൂല. ആർക്കല്ലാതെ ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, അള്ളാഹുവിന്റെ അടുക്കൽ സലീമായ യാതൊരു രോഗങ്ങളും ഇതുപോലെ ഇപ്പൊ പറഞ്ഞ ഈ നേരെ സൂചിപ്പിച്ച ഇതുപോലത്തെ തകരാറുകളോ അപകടങ്ങളോ രോഗങ്ങളോ ഒന്നും ബാധിക്കാത്ത ഹൃദയവുമായി റബ്ബിനെ കണ്ടുമുട്ടുന്ന ആളുകൾക്കേ റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കുള്ളൂ, എന്തെങ്കിലും ഗുണം കിട്ടുള്ളൂ. അല്ലാത്തവർക്ക് അവർ സമ്പത്തോ സന്താനങ്ങളോ അധികാരമോ ഒന്നും റബ്ബിന്റെ അടുക്കൽ ഉപകരിക്കാതെ വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു താക്കീത് നൽകിയിട്ട്. അപ്പൊ നമ്മുടെ ഖൽബ് അത് നന്നാക്കിയെടുക്കുക, അത് സലീമായിരിക്കുക, ഒരു രോഗവും ബാധിക്കാതെ ഹെൽത്തി ആയിരിക്കുക, ഫിസിക്കലായിട്ടല്ല, ദീനിൽ ഇസ്ലാം പഠിപ്പിച്ചെന്ന രൂപത്തിൽ വളരെ കുറ്റമറ്റതായിരിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ബാക്കി ഏതൊരു കാര്യം ശ്രദ്ധിക്കുന്നതിനേക്കാളും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എങ്ങനെയാണ് നമ്മുടെ ഖൽബിനെ അള്ളാഹ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ ഒരു കുറ്റവും ഇല്ലാത്ത ഒരു കുറവും ഇല്ലാത്ത ഏറ്റവും നല്ലൊരു ഖൽബായി ഇതിനെങ്ങനെ മാറ്റണം, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, ഈ ഖൽബിനെ കേടുവരുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ തിരിച്ചറിയണം. ഒന്നാമത്തെ കാര്യം എന്തൊക്കെയാണ് ഈ ഖൽബിനെ വൃത്തികേടാക്കുന്ന, അതിന് രോഗങ്ങൾ ഉണ്ടാക്കുന്ന, അതിൽ കറ പിടിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ഈമാൻ ഇല്ലാത്തതാണ്, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള അറിവില്ലായ്മയാണ്, പരലോകത്തെ സംബന്ധിച്ചുള്ള യഖീനില്ലായ്മയാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ ഹൃദയത്തെ കേടുവരുത്തുന്ന ഒന്നാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അള്ളാഹുവിന് പുറമെ മറ്റു പലരെയും വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരിൽ തന്റെ ഹൃദയം ബന്ധിപ്പിക്കുകയും അവരോട് തന്റെ ആവശ്യങ്ങൾ പറയുകയും ചെയ്യുക എന്നുള്ള ആ ഒരു മോശപ്പെട്ട അവസ്ഥ, ശിർക്കിന്റെയും കുഫറിന്റെയും അവസ്ഥ, അതിനേക്കാളും ഒരാളുടെ ഖൽബിനെ കേടുവരുത്തുന്ന മറ്റൊരു കാര്യമില്ല. ഏറ്റവും അധികം ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വഴിതെറ്റിക്കുന്ന, വൃത്തികേടാക്കുന്നത് ശിർക്കും കുഫറുമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനുഷ്യന്റെ ഹൃദയത്തെ വൃത്തികേടാക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ കണ്ണുകൾക്കും കാതുകൾക്കും വളരെയധികം പങ്കിട്ട് ശ്രദ്ധിക്കണേ. നമ്മുടെ ഖൽബുകൾ വൃത്തികേടാകുന്ന കാര്യങ്ങൾ ഖൽബിലേക്ക് എത്തുന്ന വഴികളാണ്, റൂട്ടുകളാണെന്ത്, നമ്മുടെ കണ്ണുകളും കാതുകളും. ഈ റൂട്ടുകൾ നമ്മൾ ഇതിലൂടെ കടന്നു വരുന്ന കാര്യങ്ങൾ നമ്മൾ വൃത്തിയാക്കി വെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഖൽബ് വൃത്തിയുള്ളതായിത്തീരും. നമ്മുടെ ഖൽബിലൂടെ, നമ്മുടെ കണ്ണിലൂടെയും ചെവിയിലൂടെയും കടന്നു വരുന്ന കാര്യങ്ങൾ വളരെ മോശപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പതിയെ പതിയെ നമ്മുടെ ഖൽബും വൃത്തികെട്ടതായിത്തീരും. അപ്പൊ നമ്മുടെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ, ചെവിയിലൂടെ കേൾക്കുന്ന കേൾവികൾ, ഇതെല്ലാം അള്ളാഹു തൃപ്തിപ്പെടുന്നത് മാത്രമാക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലെ, ഇന്നത്തെ കാലത്ത് എത്ര ആളുകൾക്ക് അത് സാധിക്കാറുണ്ട്. ഉദാഹരണത്തിന് മ്യൂസിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, മ്യൂസിക് കേൾക്കുന്ന ഒരാൾ അവന്റെ ചെവിയിൽ പരലോകത്ത് ഈയം ഉരുക്കി ഒഴിക്കപ്പെടും എന്ന് ഹദീസുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എവിടെയോ ദൂരെ ഒരു സ്ഥലത്ത് നിന്ന് ആരോ മ്യൂസിക്കിന്റെ എന്തോ ഒരു ഉപകരണം, ഇൻസ്ട്രുമെന്റ് വായിക്കാം, ദൂരെ നിന്നാണ്. അതിന് ശബ്ദം ചെറുതായി കേൾക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശബ്ദം കേൾക്കാൻ തുടങ്ങിയ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 വിരലുകൾ ചെവികൾക്കുള്ളിലേക്ക് തിരിക. എന്നിട്ട് കുറെ ദൂരം നടന്നു പോയപ്പോൾ കൂടെയുള്ള സ്വഹാബിയോട് ചോദിക്കണം, ആ ശബ്ദം ഇപ്പോൾ കേൾക്കുന്നുണ്ടോ? അപ്പൊ ആ സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് വിരൽ തുരുകിയത് എടുത്തു മാറ്റിയിട്ട് നോക്കുകയാണ്, കേൾക്കുന്നുണ്ടോ നോക്കണം. എന്നിട്ട് കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വിരലുകൾ ചെവിയിൽ നിന്ന് എടുക്കുകയാണ്. ഇത്രയും കടുത്ത ഒരു ഹൃദയത്തിനെ കേടുവരുത്തുന്നതിൽ അങ്ങേയറ്റം പങ്കുള്ള, അല്ലെ, എത്രത്തോളം ഉലമാക്കൾ പറയാറുണ്ട്, പിശാചിന്റെ ഖുർആനാണ് സംഗീതം എന്നുപോലും ഉലമാക്കൾ എന്ത് ചെയ്യാറുണ്ട്, സംഗീതത്തെ, മ്യൂസിക്കിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഒരു ഖൽബിനെ ചെവി കൊടുത്ത് നമ്മൾ ഖൽബിനെ കേടുവരുത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി മ്യൂസിക്കാണ്. പക്ഷെ നിങ്ങൾ നോക്കിയാൽ ഇന്ന് മ്യൂസിക് ഇല്ലാത്ത ഏത് രംഗാണുള്ളത്? എവിടെ പോയാൽ മ്യൂസിക്കാണ്. വീട്ടിനകത്തിരുന്ന് മൊബൈൽ ഫോൺ തുറന്നാൽ പോലും നമ്മൾക്ക് മ്യൂസിക് കേൾക്കണം എന്നുണ്ടാവില്ല, പക്ഷെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയും മ്യൂസിക്കാണ്, പരസ്യങ്ങളിൽ മ്യൂസിക്കാണ്, ഏത് ആപ്പുകൾ തുറങ്ങുമ്പോഴും മ്യൂസിക്കുകളാണ്, ഗെയിമുകളിൽ മ്യൂസിക്കുകൾ, എല്ലാ കാര്യത്തിലും. ഒരു മൊബൈൽ ഫോണുകളിൽ മ്യൂസിക് ഇല്ലാത്ത കാര്യങ്ങൾ, ചെറിയ കുട്ടികൾക്ക് നമ്മൾ എന്തെങ്കിലും പഠിക്കാനുള്ള ആപ്പുകൾ കയറ്റിയാൽ പോലും അതിലും മ്യൂസിക്കാണ്. ഒരു മ്യൂസിക് ഇല്ലാത്തൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. യാത്ര ചെയ്യണമെങ്കിൽ ബസ്സിൽ കയറിയാൽ മ്യൂസിക്കാണ്, അല്ലെ? വിവാഹ സന്ദർഭങ്ങളൊക്കെ പറയാനില്ല.
വീട്ടുകാർ പെണ്ണിന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ബസ്സിൽ മ്യൂസിക് ഉണ്ടാവും, ചെക്കന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ ബസ്സിൽ മ്യൂസിക് ഉണ്ടാവും, വിവാഹത്തിന്റെ വേദിയിൽ ആ ഓഡിറ്റോറിയത്തിൽ മ്യൂസിക് ഉണ്ടാവും. എല്ലായിടത്തും എങ്ങോട്ട് തിരിഞ്ഞാൽ മ്യൂസിക്കാണ്. മ്യൂസിക് കേൾക്കാതെ ഒരാൾക്ക് ഒരു ജീവിതത്തിൽ 24 മണിക്കൂർ കടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നമ്മുടെ ജീവിതമുള്ളത്. അതെന്താ സംഭവിക്കുക? ഈ മ്യൂസിക് നമ്മുടെ കൽബുകളെ വൃത്തികെട്ടതാക്കും, വളരെ മോശപ്പെട്ടതാക്കും. അങ്ങേയറ്റം അപകടങ്ങൾ മ്യൂസിക് കേൾക്കുന്ന കാരണത്താൽ നമ്മുടെ കൽബുകൾക്ക് സംഭവിക്കും. എത്രത്തോളം ഉലമാക്കൾ പറയാറുണ്ട്, ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ഗൗരവമുള്ള വാക്കാണ്. മ്യൂസിക് കേട്ട് ശീലിച്ച ആ കറകൾ, ആ വൃത്തികേടുകൾ പറ്റിപ്പിടിച്ചൊരു കൽവിന് ഒരിക്കലും ഖുർആൻ ഇഷ്ടപ്പെടാൻ കഴിയില്ല. മ്യൂസിക് കേട്ട് ശീലിച്ച, അത് പതിവാക്കിയ, അതിനോട് ഇഷ്ടം വന്നിട്ടുള്ളൊരു ഹൃദയത്തിന് ഒരിക്കലും ഖുർആനിനെ കൽബ് കൊണ്ട്, നാവ് കൊണ്ട് വെറുതെ കുറച്ചു നേരം ഓതാൻ കഴിയും. ആളുകൾ കേൾക്കെ നല്ല ഭംഗിയിൽ ഉച്ചത്തിൽ പാരായണം ചെയ്യാൻ സാധിക്കും. പക്ഷേ കൽബ് കൊണ്ട് ആ ഖുർആൻ സ്നേഹിക്കാൻ മ്യൂസിക് കേൾക്കുന്ന ഒരാൾക്ക് കഴിയില്ല. ഉലമാക്കൾ പറയാറുണ്ട്, ഒരു ഹൃദയത്തിൽ മ്യൂസിക്കിനോടുള്ള ഇഷ്ടവും ഖുർആനോടുള്ള ഇഷ്ടവും ഒരുമിച്ച് ചേരൂല. ഏതുപോലെ അല്ലാതെ, വെള്ളവും തീയും ഒരുമിച്ച് ചേരുന്നത് പോലെ അല്ലാതെ ഉലമാക്കൾ വിശദീകരിച്ച് പറയാറുണ്ട്. ഒരിക്കലും ഇത് രണ്ടും ഒരുമിച്ച് ചേരൂല. അത്രയധികം നമ്മുടെ കൽബിനെ വൃത്തികേടാക്കുന്ന, നമ്മുടെ ചെവികളിലൂടെ കടന്നു വരുന്നൊരു വൃത്തികേടാണ്, ഒരു അപകടമാണ് മ്യൂസിക് എന്നുള്ളത്. ഇതേപോലെ തന്നെ കണ്ണുകളിലൂടെ നമ്മൾ കാണുന്ന പല കാഴ്ചകളിലെ ഇന്നത്തെ കാലത്ത് ഒന്നും വേണ്ട, ഒരു പെണ്ണിന്റെ ഔറത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്തൊരു 24 മണിക്കൂർ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരുണ്ടാവില്ല, വളരെ അപൂർവമായിട്ടല്ല. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു പെണ്ണിന്റെ ഔറത്ത് കാണാതെ നമുക്ക് ജീവിതം മുന്നോട്ട് നയിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എവിടെയും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മൊബൈൽ ഫോണുകളിൽ, എന്തെങ്കിലും ന്യൂസിൽ, പരസ്യങ്ങളിൽ, എല്ലാത്തിലും പെണ്ണുങ്ങളുടെ ഔറത്തുകൾ നമ്മുടെ കണ്ണുകളിലൂടെ കണ്ട് പലർക്കും ഇപ്പൊ അത് ഔറത്തായി, അതിലൊരു വികാരവും തോന്നില്ല. പലർക്കും കണ്ട് 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 കൽബ് കടുത്തുപോയി, കൽബ് കല്ല് പോലായിപ്പോയി. അത് കാണുമ്പോൾ പ്രത്യേകിച്ചൊരു വ്യത്യാസവും കൽബിൽ വരാത്തൊരവസ്ഥയിലേക്ക് കൽബ് മാറിപ്പോയി. അത്രയധികം തിന്മകൾ കണ്ണുകളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണല്ലേ നമ്മൾ പലപ്പോഴും, നമ്മുടെ മനസ്സിൽ പലപ്പോഴും ചിന്തകൾ വരാതെ, ഞാൻ ഇത്രയൊക്കെ ഖുർആൻ ഓതാൻ ആഗ്രഹിച്ചിട്ടും ദീന്റെ വിഷയങ്ങൾ പഠിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ സാധിക്കും? അത് റബ്ബിന്റെ ശിക്ഷയാണ്. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. റബ്ബ് നമ്മൾ അതിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അല്ലേ? ഒരു വ്യക്തി വന്നിട്ട് ഹസൻ ബസർ റഹിമഹുള്ളാഹി ചോദിക്കുന്നുണ്ട്, ഞാൻ രാത്രി നിസ്കരിക്കാൻ എന്റെ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നുണ്ട്, രാത്രി നിസ്കാരം തുടങ്ങാൻ, സ്റ്റാർട്ട് ചെയ്യാൻ, പകൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ ഞാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നു, എന്നെ കൊണ്ടാകുന്നതെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, എന്നിട്ടും എനിക്കത് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞതറിയോ? നിന്റെ തെറ്റുകളാണ് നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്. നിന്റെ ശരീരത്തിന് സാധിക്കാനിട്ടല്ല, നിനക്ക് ഫിസിക്കലായിട്ട് അതിനെ പറ്റാനിട്ടല്ല, നിന്റെ തെറ്റുകൾ നിന്നെ അതിൽ നിന്ന് തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് ഹസൻ ബസർ റഹിമഹുള്ളാഹി പറയുന്നൊരു വാക്കുണ്ട്. നമ്മൾക്ക് പല ഹൈറുകളും ചെയ്യാൻ പറ്റാതാകുന്നത് നമുക്കതിന് കഴിയാത്തത് കൊണ്ടല്ല, നമുക്കതിന് എബിലിറ്റി ഇല്ലാത്തത് കൊണ്ടല്ല, നമ്മളതിന് ക്യാപ്പബിൾ ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ ഇതുപോലത്തെ പല തിന്മകളും നമ്മുടെ കൽബിലേക്ക് കയറി നമ്മുടെ കൽബ് വൃത്തികെട്ടതായതുകൊണ്ട് നമ്മുടെ കൽബ് അതിന് കഴിയൂല, അതിന് സാധിക്കൂല. കൽബിനത് സാധിക്കൂല. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ നിസാരമെന്ന് കണക്കാക്കുന്ന പല കാര്യങ്ങളും പലതും ഇത്തരം റബ്ബ് തന്ന ശിക്ഷകളുടെ അനന്തരഫലങ്ങളായിരിക്കും. നമ്മുടെ കണ്ണും കാതും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുന്നതിന്റെ മോശപ്പെട്ട അനന്തരഫലങ്ങളായിരിക്കും, ശിക്ഷകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നമ്മുടെ കണ്ണും കാതും ഇത് നമ്മുടെ ഹൃദയത്തിനെ ബാധിക്കുന്ന വലിയ 2 അവയവങ്ങളാണ്. തിരിച്ചറിവോടുകൂടെ നമ്മുടെ കണ്ണും കാതും ഓരോന്നും, ഓരോ കാഴ്ചകളും, ഓരോ കേൾവികളും റബ്ബ് ഇഷ്ടപ്പെടുന്നതാക്കാൻ നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. ഓരോ തവണയും നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ വിട്ടുകളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൽബ് ഒരിക്കലും നന്നാവൂല. എന്തും കാണും,
എന്തും കേൾക്കും എന്നുള്ള ധൈര്യത്തോടുകൂടെ മനോഭാവത്തോടുകൂടെ നമ്മൾ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അങ്ങാടികളിലേക്ക് ഇറങ്ങാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നമ്മുടെ കൽബിനെ നന്നാക്കാൻ കഴിയില്ല. വൃത്തികേടുകളിൽ നിന്ന് സംരക്ഷിക്കണല്ലേ. നമ്മൾക്ക് ഉദാഹരണം, ഒരു വസ്ത്രം നല്ല നീറ്റായി ക്ലീൻ ആയിരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്താ? ആ വസ്ത്രത്തിൽ വൃത്തികേടുകൾ പറ്റിപ്പിടിക്കാതെ നോക്കണം. ഒന്നാമത് ചെയ്യേണ്ടതാണ്. ഒരു വൃത്തികേടും ആ വസ്ത്രത്തിൽ ആകാതിരിക്കാൻ നമ്മൾ പരിശ്രമിക്കണം. എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് എടുക്കണം. അത് തന്നെയാണ് നമുക്ക് നമ്മുടെ കൽബിന്റെ വിഷയത്തിൽ ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യം നമ്മുടെ കൽബിനെ നന്നാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹറാമുകൾ സ്റ്റോപ്പ് ചെയ്യണം, നിർത്തണം. അല്ലാതെ കൽബ് നന്നാവൂല. നമ്മളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിക്കിന്റെ ശബ്ദങ്ങൾ, മറ്റ് വൃത്തികെട്ട ശബ്ദങ്ങൾ, അതെല്ലാം നിർത്തിവെക്കണം, സ്റ്റോപ്പ് ചെയ്യണം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹറാമിന്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നത് നിർത്തിവെക്കണം. ഇങ്ങനെ ചെയ്യാത്തിടത്തോളം നമ്മുടെ കൽബ് ഒരിക്കലും ക്ലീൻ ആവൂല, നീറ്റ് ആവൂല, വൃത്തിയുള്ളതാവൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയപ്പെട്ടുകൊണ്ട്, കൽബിന്റെ വിഷയത്തിൽ പേടിച്ചുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ കഴിവിന്റെ പരമാവധി നമ്മൾ പൂർത്തീകരിക്കുവാൻ പരിശ്രമിക്കണമേ എന്ന് ഇവിടെ ഈ സന്ദർഭത്തിൽ നസീഹത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ കണ്ണിന്റെയും കാതിന്റെയും വിഷയത്തിൽ കൽബ് നന്നാക്കുവാൻ ഈ രണ്ട് വഴികളും ഏറ്റവും നല്ല വഴികളിലൂടെ, നല്ല കാര്യങ്ങളിലൂടെ മാത്രം ഉപയോഗപ്പെടുത്തുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഖാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസാഇൽ മുഅ്മിനീൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമായ, നമ്മുടെ അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായ നമ്മുടെ കൽബ്, ഹൃദയം, ആ കൽബ് നന്നാക്കിയെടുക്കുന്നതിനെ നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ പടി, ആ കൽബിലേക്ക് കടന്നു വരുന്ന വൃത്തികേടുകൾ, കണ്ണിലൂടെയും ചെവിയിലൂടെയും കടന്നു വരുന്ന വൃത്തികേടുകൾ കടന്നു വരാതെ തടസ്സപ്പെടുത്തുക. ആ വൃത്തികേടുകൾ അതിന് നമ്മുടെ കൽബിലേക്ക് എൻട്രൻസ് ഇല്ല, കൊടുക്കണ്ട, പെർമിഷൻ കൊടുക്കണ്ട. അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന, കൽബ് വൃത്തികേടാൻ ആഗ്രഹിക്കുന്ന, റബ്ബിന്റെ അടുക്കൽ പോകാൻ യാതൊരു പേടിയുമില്ലാത്ത ആളുകൾ അവരത് കണ്ടോട്ടെ, കേട്ടോട്ടെ. നരകത്തിൽ പ്രവേശിക്കാൻ ഒരു പേടിയുമില്ലാത്ത ആളുകൾ അത് കണ്ടോട്ടെ, ആസ്വദിച്ചോട്ടെ, അവരത് കേട്ടോട്ടെ. പക്ഷെ നമ്മൾ അത്തരക്കാരല്ല. നമുക്ക് നമ്മുടെ കൽബ് ഏറ്റവും നല്ല രൂപത്തിലായിക്കൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആദ്യം ചെയ്യേണ്ടത് ആ കാര്യങ്ങൾ നമ്മുടെ കൽബിനെ സ്റ്റോപ്പ് ചെയ്യലാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കൽബിൽ ഇതുപോലെ പറ്റിപ്പിടിച്ച പല കറകൾ ഉണ്ടാകും, സ്വാഭാവികമായിട്ടുണ്ടാകും. കാരണം നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. ഒരുപാട് അബദ്ധങ്ങൾ നമുക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഒരുപാട് മോശപ്പെട്ട ചിന്തകൾ കൽബിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പല കാര്യങ്ങൾ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പല വൃത്തികേടുകൾ നമ്മൾ ചെവി കൊണ്ട് കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വൃത്തിയാക്കി എടുക്കുകയും വേണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് തൗബ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തിന്മകളും നമ്മുടെ കൽബിൽ നിന്ന് വൃത്തിയാക്കിയെടുക്കുവാൻ, നമ്മുടെ കൽബിനെ ക്ലീൻ ആക്കുവാൻ റബ്ബ് സുബ്ഹാനഹു നിശ്ചയിച്ച ഏറ്റവും അൾട്ടിമേറ്റ് ആയ സൊല്യൂഷനാണെന്ത്? തൗബ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ശരിയായ രൂപത്തിൽ തൗബ ചെയ്തു കഴിഞ്ഞാൽ, ദീൻ പഠിപ്പിച്ചു തന്ന നിബന്ധനകൾ, കണ്ടീഷനുകൾ പാലിച്ച് തൗബ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൽബിൽ പറ്റിപ്പിടിച്ച കറകളൊക്കെയും റബ്ബ് ക്ലീൻ ആക്കി തരും. അത് കണ്ണുകൊണ്ട് കണ്ട കറകളാണെങ്കിലും ചെവി കൊണ്ട് കേട്ട കറകളാണെങ്കിലും ഏത് കറകളും നമ്മുടെ കൽബിനെ വൃത്തിയാക്കി റബ്ബ് മാറ്റിത്തരും. എങ്ങനെയാണ് റബ്ബ് പഠിപ്പിച്ചെന്ന തൗബ? ദീൻ പഠിപ്പിച്ചെന്ന തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ശ്രദ്ധിക്കണം, പഠിക്കണം. കാണാതെ നമ്മൾ പഠിച്ചു വെക്കുക തന്നെ വേണം. ദീൻ പഠിപ്പിച്ചെന്ന തൗബ 3 സ്റ്റെപ്പുകളാണ്, 3 കണ്ടീഷനുകളാണ്. ഈ 3 കണ്ടീഷനുകളും പൂർത്തീകരിക്കപ്പെട്ട കംപ്ലീറ്റ് ആയിട്ടുള്ള തൗബയാണ് റബ്ബ് സ്വീകരിക്കുന്ന തൗബ. വെറുതെ നാവുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല തൗബ. ഈ 3 കണ്ടീഷനുകളും നമ്മൾ പൂർണ്ണമായി കംപ്ലീറ്റ് ചെയ്യണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? നമ്മൾ ആ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആ തെറ്റ് നിർത്തിവെക്കുക, സ്റ്റോപ്പ് ചെയ്യാം.
തെറ്റിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക, എന്നിട്ട് വെറുതെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയൽ റബ്ബിന്റെ അടുക്കൽ തൗബയാവൂല. ആ തെറ്റാണെന്ന് മനസ്സിലായാൽ സ്റ്റോപ്പ് ചെയ്യണം, നിർത്തിവെക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ പാസ്റ്റിൽ നമുക്ക് ഇത്രയും തെറ്റുകൾ പറ്റിപ്പോയി, റബ്ബിനെ ഞാൻ ധിക്കരിച്ചു പോയി എന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടാവണം, കുറ്റബോധം തോന്നണം. ഞാൻ എൻ്റെ റബ്ബിനെയാണല്ലോ ധിക്കരിച്ചത് എന്നത് ആലോചിക്കുമ്പോൾ നമുക്ക് കരച്ചിൽ വരണം, പറ്റുമെങ്കിൽ കരയണം. പല ആളുകൾക്കും തെറ്റുകൾ ചെയ്തു പോയ കാലഘട്ടത്തെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിലൊരു സന്തോഷമാണ്. എത്ര നല്ല കാലഘട്ടമായിരുന്നു അത്, ഇനിയും അങ്ങനെ ഒരു സന്ദർഭം വന്നിരുന്നെങ്കിൽ എന്നൊക്കെ പലരും മനസ്സിൽ കൊതിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആഗ്രഹമുള്ളൊരു ഹൃദയം അവനൊരിക്കലും തൗബ ചെയ്തവനായിട്ടില്ല. മറിച്ച് ആ തെറ്റുകളെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ മനസ്സിൽ സങ്കടം വരണം, കുറ്റബോധം തോന്നണം. ആ തെറ്റുകളിലേക്ക് നമ്മൾ എത്തിച്ച ആളുകളോട് ദേഷ്യം തോന്നണം, വെറുപ്പ് തോന്നണം. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ, കഴിഞ്ഞത് കഴിഞ്ഞു, പാസ്റ്റ് ഈസ് പാസ്റ്റ്. പക്ഷേ ഇനി എൻ്റെ ജീവിതത്തിൽ, ഇനി എൻ്റെ വരാനുള്ള ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ആ തെറ്റിലേക്ക് കടക്കൂല, ഒരിക്കലും ഞാൻ കടക്കൂല എന്ന ഉറച്ച തീരുമാനം, സത്യസന്ധമായ ഡിസിഷൻ എടുക്കുക. ആ സത്യസന്ധത റബ്ബിനറിയാം. നമ്മൾ എത്രത്തോളം സത്യസന്ധമായിട്ടാണ് ആ ഉറച്ച തീരുമാനം എടുക്കുന്നത് എന്ന് റബ്ബിനറിയാം. ഈ 3 കണ്ടീഷനുകളും പാലിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കൽബ് ക്ലീനായി. എത്ര കാലത്തെ പഴക്കമുള്ള കറയാണെങ്കിലും, എത്ര വലിയ തിന്മയാണ്, എത്ര ആവർത്തിച്ച് പറ്റിപ്പോയ തിന്മയാണെങ്കിലും അതിന്റെ എല്ലാ ശേഷിപ്പുകളും ഈ തൗബയോടുകൂടെ റബ്ബ് ക്ലീനാക്കി തരും, കൽബ് വൃത്തിയാക്കി തരും. പക്ഷേ നമ്മൾ തൗബ ചെയ്യേണ്ടതുപോലെ ചെയ്യണമെന്ന് മാത്രം. ഈ 3 കണ്ടീഷനുകൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള തൗബയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ റബ്ബ് നമ്മുടെ കൽബിനെ വൃത്തിയാക്കി തരും, ക്ലീനാക്കി തരും. ഇത്രയും ആയാലും കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ കൽബ്, അതിന് ഓട്ടോമാറ്റിക്കായി തന്നെ, അതിന്റെ ഫിത്രത്തിൽ തന്നെ ഇത്തരം വൃത്തികേടുകളോട് ഒരു ഇഷ്ടമുണ്ട്, ഒരു ചാഞ്ചാട്ടമുണ്ട്. ആ ചാഞ്ചാട്ടത്തിൽ നിന്ന് അതിനെ പിടിച്ചു നിർത്താൻ ശക്തമായ ഈമാനില്ലാതെ സാധിക്കൂല. ശക്തമായ ഈമാൻ നല്ല ഫുൾ ചാർജായി നിൽക്കുന്ന സന്ദർഭത്തിലല്ലാതെ കൽബിന് ഇത്തരം വൃത്തികേടുകളിൽ നിന്ന് സ്വയം മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ മൂന്നാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്നറിയോ? നമ്മുടെ കൽബിൽ ഈമാൻ എപ്പോഴും ഫുൾ ചാർജായി നിൽക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാം, ധാരാളമായി അധികരിപ്പിക്കാം. അതിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണെന്ത്? ഖുർആൻ അർത്ഥമറിഞ്ഞ് വിശദീകരണം പഠിച്ച് തഫ്സീർ മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം പാരായണം ചെയ്യുക എന്നുള്ളത് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്. വെറുതെ ഓതിപ്പോലല്ല. വെറുതെ ഓതിപ്പോയാൽ പോലും ഈമാൻ മാറ്റം ഉണ്ടാവും, അതല്ല പറയുന്നത്. പക്ഷെ നമുക്ക് ഈ രൂപത്തിൽ ഈമാൻ ഫുൾ ചാർജായി നമ്മുടെ കൽബിൽ നിലനിർത്തുവാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അർത്ഥം അറിഞ്ഞുകൊണ്ട്, മീനിങ് മനസ്സിലാക്കിക്കൊണ്ട്, ഏറ്റവും മിനിമം ട്രാൻസ്ലേഷൻ എങ്കിലും കൈ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ഖുർആൻ ഓതാൻ സാധിക്കുക എന്നുള്ളതാണ്. അതിലുള്ള ഓരോ ആയത്തുകളും നമ്മുടെ ഹൃദയത്തെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്ന ആ രൂപത്തിലുള്ള ഖുർആൻ പാരായണം നമ്മുടെ ജീവിതത്തെ വളരെയധികം മാറ്റം വരുത്തും. നമ്മുടെ കൽബിനെ വളരെയധികം അത് ചാർജ് ചെയ്യും. ഈമാന്റെ വിഷയത്തിൽ ഏറ്റവും നല്ല ഈമാനുള്ള അവസ്ഥയിൽ നമ്മുടെ കൽബിനെ മാറ്റും. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ തെറ്റുകളിലേക്ക് പോകൂല. പഴയ ആ വൃത്തികേടുകൾ നമ്മൾ വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കൂല, വീണ്ടും കാണാൻ ആഗ്രഹിക്കുകയില്ല. നമ്മുടെ ഈമാൻ ഏറ്റവും സ്ട്രോങ് ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഈമാനെ പരമാവധി ഏറ്റവും നല്ല ഫുള്ളായി നിൽക്കുന്ന, ഏറ്റവും ഫുൾ ചാർജായി നിൽക്കുന്ന അവസ്ഥയിൽ മാറ്റാൻ നമുക്ക് എന്തെല്ലാം വഴികൾ സ്വീകരിക്കാൻ പറ്റും. ഉദാഹരണം, ചരിത്ര ഗ്രന്ഥങ്ങൾ വായിക്കുക, സ്വഹാബത്തിന്റെയും അല്ലെങ്കിൽ നബിമാരുടെയും താബീഈങ്ങളുടെയും നമ്മുടെ സച്ചരിതരായ മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിക്കുക എന്നുള്ളത് ഈമാനെ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. ഇതുപോലെ ധാരാളം കാര്യങ്ങളുണ്ട്. ഹദീസുകൾ പഠിക്കുക, ഖുർആന്റെ ആയത്തുകളുടെ വിശദീകരണ തഫ്സീറുകൾ വായിക്കുക, അഖീദയുടെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വായിക്കുക. ഇതൊക്കെ നമ്മുടെ ഈമാനെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈമാനെ പരമാവധി ഏറ്റവും ഹൈ ലെവലിലാക്കി നിലനിർത്താൻ കഴിവിന്റെ പരമാവധി. എപ്പോഴും നിൽക്കൂല. നമ്മൾ എത്ര ശ്രമിച്ചാലും ഈമാൻ കൂടിയും കുറഞ്ഞിരിക്കും, ഒരിക്കലും അത് കോൺസ്റ്റന്റ് ആയി നിൽക്കൂല. പക്ഷെ നമ്മൾക്ക് സാധിക്കുന്നതിന് മാക്സിമം നമ്മൾ നമ്മുടെ ഈമാനെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിലനിർത്താൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നിങ്ങളോട് നസീഹത്തോട് ഉണർത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഏതൊരു കാര്യത്തിനെ സംബന്ധിച്ച് നമ്മൾ പേടിക്കുന്നതിനേക്കാൾ, എന്തൊരു കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിനേക്കാളും
നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ നമ്മുടെ കൽബിന്റെ വിഷയത്തിൽ പ്രാധാന്യം കൊടുക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതിലേക്ക് കടന്നു വരുന്ന അതിന് വൃത്തികേടാക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഓരോ തെറ്റുകുറ്റങ്ങൾ പറ്റുമ്പോഴും ഓരോ അപാകതകൾ സംഭവിക്കുമ്പോഴും അതിൽ നിന്നെല്ലാം റബ്ബ് പഠിപ്പിച്ചു തന്ന രൂപത്തിലുള്ള പൂർണ്ണമായ തൗബ ചെയ്തുകൊണ്ട് കൽബിനെ വൃത്തിയാക്കി നിലനിർത്തുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ജീവിതത്തിൽ വരുംകാല ജീവിതത്തിൽ ഈ തെറ്റുകുറ്റങ്ങളൊന്നും വരാത്ത രൂപത്തിൽ നമ്മുടെ കൽബിനെ ഏറ്റവും നല്ല ഈമാനുള്ള അവസ്ഥയിൽ നിലനിർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ കൂട്ടത്തിൽ ധാരാളം പ്രയാസങ്ങൾ സംഭവിക്കുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. ഒരുപാട് മുസീബത്തുകൾ ബാധിച്ചിട്ടുള്ള ധാരാളം വ്യക്തികളുണ്ട്. അവർക്കെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ പ്രയാസങ്ങളൊക്കെ ദൂരീകരിച്ചു കൊടുക്കുകയും അവരുടെ മുസീബത്തുകളിൽ നിന്ന് ആഫിയത്ത് നൽകുകയും ചെയ്യുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.